ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയാണ്? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:31 ആയിട്ടുണ്ട്. നമ്മളുടെ വണ്ടി നേരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും മലിഹ റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്തു. പള്ളിയാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് പള്ളിയല്ല, ഇത് ഷാർജ യൂണിവേഴ്സിറ്റികളാണ്. കണ്ടില്ലേ? ദിസ് വൺ റൈറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഇറ്റ്സ് എ മോസ്ക്. നെക്സ്റ്റ് ടു ദാറ്റ് ഇറ്റ്സ് ഓൾ യൂണിവേഴ്സിറ്റീസ്. സോ വി ആർ ഹെഡിങ് ഓൾ ദ വേ ടു ഹോർഫക്കാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഹോർഫക്കാനിലേക്ക് പോകുന്നത് സൺറൈസ് കാണുവാൻ വേണ്ടിയിട്ടാണ്. ഹോർഫക്കാനിനെ പറ്റി പറയുകയാണെങ്കിൽ UAE തന്നെ ഏറ്റവും ആദ്യം വ്യാപാരം നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഹോർഫക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും, അതായത് കേരളത്തിൽ നിന്നുമെല്ലാം പണ്ട് ആളുകൾ ഉരുവിൽ വന്ന് ഇറങ്ങിയിരുന്ന സ്ഥലവും കൂടിയാണ് ഹോർഫക്കാൻ. ഹോർഫക്കാൻ ഏകദേശം ഫുജൈറ എന്ന എമിറേറ്റിൻ്റെ അടുത്താണ് കിടക്കുന്നത് എങ്കിലും ഷാർജ എമിറേറ്റിൻ്റെ ഭാഗമാണ് ഹോർഫക്കാൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പോകുന്ന വഴിക്ക് സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞ് യാത്ര തുടരാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മുടെ വാഹനം ഏകദേശം മലിഹ റോഡിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്ന ബിൽഡിങ്സ് ആണ് ഷാർജയുടെ യൂണിവേഴ്സിറ്റീസ്. ഈ ഏരിയക്ക് പറയുന്ന പേരാണ് യൂണിവേഴ്സിറ്റി സിറ്റി. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഹോർഫക്കാനിനടുത്ത് ബിദിയ എന്ന് പറയുന്ന ഒരു സ്ഥലവുമുണ്ട്. അവിടെ UAE തന്നെ ഏറ്റവും പഴക്കമേറിയ പള്ളി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സമയം കിട്ടുന്നത് പോലെ അതെല്ലാം വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ കീപ് വാച്ചിങ്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷാർജ മോസ്ക് കാണാം. ഷാർജ ഗ്രാൻഡ് മോസ്ക് ഓൺ യുവർ റൈറ്റ് സൈഡ്. ദുബായിൽ നിന്നും ഹോർഫക്കാനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 110 കിലോമീറ്റർ ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏകദേശം ഒരു 5:30 എല്ലാം ആകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹോർഫക്കാനിലേക്കുള്ള എക്സിറ്റ് എടുത്ത് ഹോർഫക്കാൻ റോഡിലേക്ക് കയറി. വാനിൽ പാറും പറവക്കൂട്ടം പുണ്യമദീനയിലെത്തുമ്പോൾ വാത്സല്യത്താലും മകനിഞ്ഞ് മധുകളോർമ്മയിലോടുമ്പോൾ. അങ്ങനെ സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. സമയം ഏകദേശം ഒരു 5:30 ആവാറായി. നേരം പതുക്കെ വെളുത്ത് വരുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് കോട കാണാനുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു 3-4 വർഷം മുമ്പ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമി UAEക്ക് വേണ്ടി സംഭാവന ചെയ്ത റോഡുകളിൽ ഒന്നാണ്.
ഈ റോഡിൻ്റെ പ്രത്യേകത മറ്റൊന്ന്, 2 വശങ്ങളിലുമായി നമ്മൾക്ക് മലനിരകൾ കാണാം. ആ മലനിര വെട്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് മഞ്ഞ് അല്ലെങ്കിൽ മഴ ഇതിലേതോ ഒന്ന് പെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മഴയാണെന്നാണ്. മഴ ചാറിപ്പോയി. ലെഫ്റ്റിലൊരു ഡാം, റഫീസ ഡാം. പള്ളിയുണ്ടല്ലോ. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ ഹോർഫക്കാൻ ടൗണിലേക്ക് എത്തി. ഹോർഫക്കാനിലെ ഏറ്റവും വലിയ പള്ളിയാണ് നമ്മൾക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് സൺറൈസ് കാണുവാൻ വേണ്ടി അങ്ങോട്ട് പോ. മലമുകളിൽ കാണുന്നത് ഷാർജ ഷെയ്ഖിന്റെ ഒരു പാലസ് ആണ്.
കുറച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ സൺറൈസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഖോർഫക്കാനിലെ ബാക്കി വിശേഷങ്ങളുമായി പാർട്ട് 2 വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.